സാർ. എന്താ സാർ? ചമ്മിപ്പൊളിഞ്ഞ് പാളിപ്പോയി. പരിപാടി തുടങ്ങിയില്ലല്ലേ, ഞാൻ പെട്ടെന്ന് എപ്പോഴും ഓടി വന്ന് സാർ എന്ന് വെക്കുന്ന ഓർമ്മ. അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും വന്ന ശരിക്കും ഒരു സ്ഥലം ഇട്ടിരിക്കട്ടെ. ഞങ്ങൾക്കെങ്കിലും നീ ഇപ്പോഴും ആദ്യമായിട്ട് സല്യൂട്ട് തന്നല്ലോ. അങ്ങനെ സല്യൂട്ട് അടിച്ച് അങ്ങനെ സുഖിച്ചൊന്നും ഇരിക്കണ്ട. ഒരു പുതിയ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ വെടിക്കും ഇവിടെ ഇരുന്ന് അടിക്കാം, പക്ഷെ ആ ഐറ്റം അല്ല, പിന്നെ വേറെ പുതിയ ഐറ്റം. നിങ്ങളിവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് ഇവിടെ വിനയ് സാർ ഒരു പാട്ട് പാടിയെന്ന് പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ചു വിട്ടു. അധിക്ഷേപിക്കും. അപ്പൊ അതിന് ബദലായിട്ട് പുതിയൊരു സാധനം ഞാൻ കിടിലൊരു ഗായന ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് പ്രശസ്ത പിന്നണി ഗായകൻ യേശുദാസിന്റെ അനുഗ്രഹം മേടിച്ച ജൂനിയർ ദാസേട്ടൻ എന്ന ജോസേട്ടൻ. ജൂനിയർ ദാസേട്ടൻ എന്ന ജോസേട്ടൻ. അപ്പൊ ദാസേട്ടനാണോ വരുന്നത്? ദാസേട്ടനാണോ വരുന്നത്? അല്ലല്ലേ, ജോസേട്ടൻ. അപ്പൊ ജോസേട്ടനാണോ വരുന്നത്? ഇല്ലെന്ന് മറ്റേ പിന്നെ ദാസേട്ടൻ എന്ന ജോസേട്ടൻ. ഒന്ന് സെക്യൂരിറ്റി, ദാസേട്ടനാണോ വരുന്നത് ജോസേട്ടനാണോ വരുന്നത്? എനിക്ക് അറിഞ്ഞോളാം, ഞാൻ അവനെ വാളംപുളി മണിയാന്നൊക്കെയാണ് വിളിക്കുന്നത്. വാളംപുളി മണി ദാസേട്ടൻ എന്നാ ജോസേട്ടൻ. വിളി. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പം ഇരുകരങ്ങൾ മടിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം പ്രശസ്ത പിന്നണി ഗായകൻ ജൂനിയർ ദാസേട്ടൻ എന്ന ജോസേട്ടൻ. കണ്ണ് കാണാത്തവന്മാരൊക്കെ പിടിച്ചാണ് ഈ പാട്ട് പഠിക്കുന്നത്. ഇത് കണ്ടു കാണാത്തതല്ല, ദാസേട്ടനെ അനുഗ്രഹം മേടിച്ച ഗായകനാണ്. അപ്പൊ ഏത് വേദി കയറിയാലും വേദി തൊട്ട് തൊഴുത് വന്ദിച്ചിട്ടേ കേറത്തുള്ളൂ. ആണ്ട ജൂനിയർ ദാസേട്ടൻ എന്ന ജോസേട്ടനാണ്. ബുക്ക് വെച്ച് പാടാൻ ഒരു കൊട്ടേഷൻ സ്റ്റാൻഡ് വേണം. കൊട്ടേഷൻ സ്റ്റാൻഡ് അല്ല, നിങ്ങൾ പാടിയാൽ മതി. കൊട്ടേഷനൊക്കെ തന്നെ വന്നു. കൊട്ടേഷൻ സ്റ്റാൻഡ് അല്ല, നൊട്ടേഷൻ സ്റ്റാൻഡ്. ഒരു സ്റ്റാൻഡ് വേണം. ഞാൻ എടുത്തോണ്ട് പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. ഹലോ ഹലോ, എല്ലാം റെഡിയല്ലേ? എന്റെ അറിയാം, ഓട്ടോറിക്ഷ ഒക്കെ പിടിക്കാൻ പുറത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ധൈര്യം ഒരു പാട്. അതല്ല, ഓർക്കസ്ട്ര തബലയൊക്കെ റെഡിയല്ലേ? ഇവിടെ അറിയോ, മനസ്സിലായോ? വന്ന് പെട്ടളിയാ. എനിക്കറിയാളിയാ, ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ നമ്മുടെ മുന്നിൽ തന്നെ വന്ന് പെടും. മനസ്സിലായിട്ടില്ല. ഏതാന്ന് എന്നോട് ചോദിക്കുന്നു. അവര് നല്ലവണ്ണം മനസ്സിലായി സെക്യൂരിറ്റി. 3 വർഷത്തിന് മുമ്പേ ഇവൻ ഇതുപോലെ പാട്ട് പാടാനെന്ന് പറഞ്ഞ് ഇവനും ഇവന്റെ ഒരു കൂട്ടുകാരനും കൂടെ, ഒരു അലിഞ്ഞ മോന്തയുള്ളവല്ല, അവനും കൂടെ ഞങ്ങളെ ഈ ഓർക്കസ്ട്രയും പിടിച്ചോണ്ട് ഒരു പ്രോഗ്രാമിന് പോയി. അന്ന് ആ പ്രോഗ്രാം പൊളിഞ്ഞ് ഞങ്ങൾ 3 ദിവസത്തോടെ ഞങ്ങളെ 3 ശരീരത്തിലും കൂടെ ഒഴിച്ചിൽ നടത്തി. അറിയാവോ? മറന്നടാ നീ. മലയാള സിനിമയില് ഞാനും ദേവരായ മാഷും ജഗദീഷും സിദ്ദീഖും ജഗദീശനും ഒരുപാട് മലയാള സിനിമയിലെ ഗാനങ്ങൾ ഞങ്ങൾ ആലപിച്ചിട്ടുണ്ട്. നേരെ സംസാരിക്കണേ. മലയാള ഗാനമല വേദിയിൽ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ജൂനിയർ ദാസേട്ടൻ എന്ന ജോസേട്ടൻ സംഘത്തിന് ഒരു ഗാനമേള പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്നു സെക്യൂരിറ്റി മുസ്തഫയ്ക്കും കുടുംബത്തിനും ഞങ്ങളുടെ ആകമഴിഞ്ഞ നന്ദി. ആദ്യ ഗാനത്തിലേക്ക് കടക്കുന്നു. സകലത്തിനും കാരണഭൂതനായ ശ്രീ വിഘ്നേശ്വര ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഒരു ഭക്തി ഗാനത്തോടെ ആരംഭിക്കുന്നു ഞങ്ങളുടെ പ്രശസ്ത ഗായകൻ ജൂനിയർ ദാസേട്ടൻ എന്ന ജോസേട്ടൻ. കുമ്പിക്കര മുതലൻ പിണ്ടിറകുടമേന്തും ശുഭതമ്പാ ഗണപതി മുൻപിലിടുന്നവനേത്തം. കുമ്പിക്കര മുതലൻ പിണ്ടിറകുടമേന്തും ശുഭപമ്പാ ഗണപതി മുൻപിലിടുന്നവനേത്തം. ഇളവയിൽ കുങ്കുമ തളികയും കൊണ്ട് കസവു നൂൽ തുന്നിയ ഉടവ കൊണ്ടു നീവാ കുമ്പിക്കര മുതലൻ പിണ്ടിറകുടമേന്തും ശുഭപമ്പാ ഗണപതി മുൻപിലിടുന്നവൻ ഏത്തം. ഞാനും ദേവരാജം മാഷും. എന്തുവാ പാടിയത് ഇവിടെ? എത്ര പാട്ടാ പാടിയത്? എടാ തുമ്പിക്കര മതിൽ. അത് എവിടത്തെ മതിലടാ?
നീ എവിടത്തെ പോയടാ അത്? ഏത് മതിൽ ചാടിയത്? ഞാനും ദേവരായ മാഷും നേരെ സംസാരിക്കുന്നു. അടുത്ത അനൗൺസ്. അപ്പോ താങ്ക് യു വെരി മച്ച്. മലയാള ഗാനത്തിന് ശേഷം തമിഴ് ഗാന ശാഖയിലേക്ക് കടക്കുകയാണ്. തമിഴിലെ ഏറ്റവും സൂപ്പർ ഹിറ്റായ മകുകിലെ എന്ന ഗാനം ആലപിക്കുന്നു ഞങ്ങളുടെ പ്രിയ ഗായകൻ ജൂനിയർ ദാസേട്ടൻ എന്ന ജോസേട്ടൻ. മതി ഇനി ആ ദാസേട്ടൻ ജോസേട്ടൻ വേണ്ടാട്ടാ. ജോസേട്ടൻ കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളൊരിങ്ങ പന്തുരുട്ടി ലാടൻ പച്ച കുഞ്ഞു കുളമ്പടി കോടിക്കോ കാളെ മടിക്കാതെ. കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളൊരിങ്ങ പന്തുരുട്ടി ലാടൻ പച്ച കുഞ്ഞു കുളമ്പടി കോടിക്കോ കാളെ മടിക്കാതെ. നേരം പോയി നേരം പോയി നേരം പോയി നേരം പോയി നേരം പോയി. ഞാനും ദേവരായ മാഷും. നേരെ പോ. ഞങ്ങളുടെ നേരം കളയാനായിട്ട് വന്നേക്കും. ആവശ്യമില്ലാതെ ഓക്കെ അത് വരവച്ചിരിക്കുന്നു. അടുത്ത മലയാള ഗാനത്തിലേക്ക് വീണ്ടും കിടക്കുകയാണ്. ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിലെ ബന്ധുവാറ് ശത്രുവാറ് എന്ന ഗാനം ആലപിക്കുന്നു ഞങ്ങളുടെ പ്രിയ ഗായകൻ ജൂനിയർ ദാസേട്ടൻ. പറഞ്ഞതിന്റെ അടുത്ത് ജോസേട്ടൻ. ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിൽ നോവറിയും കിളിമകളെ പറയൂ. ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിൽ നോവറിയും കിളിമകളെ പറയൂ. ബന്ധുവാര് ശത്രുവാര് ഇവിടെ ചേട്ടനെന്നാൽ അനിയനാണ് കിളിമകളെ. അനിയൻ ചേട്ടനെന്നാൽ ചേട്ടനാണ് കിളിമകളെ. ചേട്ടൻ കടം കൊടുക്കും അനിയനാണ് കിളിമകളെ. അനിയൻ കടം കൊടുക്കും ചേട്ടനാണ് കിളിമകളെ. ചേട്ടനും അനിയനും കടം കൊടുക്കും എന്തോന്നടാ നീ പാടിയത്? എന്തോന്നടാ ഇത്? ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ബന്ധുക്കൾ മുഴുവൻ ശത്രുക്കളാവും. ഞാനും വയലാറും ദേവരാജൻ മാഷ് മാറ്റിയല്ലേ. താങ്ക് യു വെരി മച്ച്. തനിക്ക് എങ്ങനെ മനസ്സ് വരണ്ടോ ഈ പാട്ടിനൊക്കെ അനൗൺസ് ചെയ്യാൻ? എനിക്ക് വാശി പുറത്താ. എന്റെ വിനയ് സാറിനോട് കാണിച്ചാൽ വാശി പുറത്താ എനിക്ക് കാണിക്കും. താങ്ക് യു. അതും വരവച്ചിരിക്കുന്നു. അടുത്ത മലയാള ഗാനത്തിലേക്ക് കിടക്കുകയാണ്. സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച അമരം എന്ന ചിത്രത്തിലെ പുലരെ പൂന്തോണി എന്ന ഗാനത്തിന് ശബ്ദം നൽകുന്നു ജൂനിയർ ജോസേട്ടൻ. മേലെ പറമ്പിൽ കടലാടും തുളുമ്പും ഭൂമി മിനുങ്ങി പൊന്മണിയരയത്തി. മേലെ തുടുത്തു കടലാടും തുളുമ്പും ഭൂമി മിനുങ്ങി പൊന്മണിയരയത്തി. അവളെ എന്നും നീ സ്വന്തം കടലറിയില്ല കരയറിയില്ല. കരയിൽ നിറയും കരയോ മാതം അഴകേ എന്നും നീ സ്വന്തം. ഞാനും നീ ഇങ്ങനെ പാടിക്കഴിഞ്ഞാലേ നിനക്ക് സ്വന്തമായിട്ടൊരു പട്ടി പോലും കാണൂല കേട്ടോ. താങ്ക് യു വെരി മച്ച്. അടുത്ത ഒരു ഭക്തി ഗാനത്തിലേക്ക് കിടക്കുകയാണ്. ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഒരു അടിപൊളി ഗാനമായി എത്തുന്നു ഞങ്ങളുടെ പ്രിയ ഗായകൻ ജൂനിയർ ദാസേട്ടൻ എന്ന ജോസേട്ടൻ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ പമ്പ ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ പമ്പ ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. അട അൽത്തോട്ട പൂപതി നാനടാ അണ്ട അമര പോട്ട പൂപതി നാനടാ. അൽത്തോട്ട പൂപതി നാനടാ അണ്ട അമര പോട്ട പൂപതി നാനടാ. ഞാനും വയലാറും. അപ്പോ അങ്ങനെ അതും പരവശിരിക്കുന്നു. അടുത്ത ഗാനത്തിലേക്ക് കിടക്കുകയാണ്. ഈയിടെ ഇറങ്ങിയ ഏറ്റവും സൂപ്പർ ഹിറ്റ് ചിത്രമായ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ നിന്നും മുത്തേ പോനെ പിണങ്ങലെ എന്ന ഗാനം ആലപിക്കുന്നു ഞങ്ങളുടെ അനുഗ്രഹിക്കുന്ന ഗായകൻ ജൂനിയർ വാളംപുള്ളി മണി. മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ.
മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാനില്ല നിന്നോട് കൂടാ, ഞാനില്ല നിൻ വിളി കേൾക്കാൻ. അങ്ങനെ നീ കലമ്പാതടി കുരുവി, എൻ്റെ സ്നേഹിതനാണു നീ. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാനും എം ജി രാധാകൃഷ്ണനും. ഞാൻ മറ്റേ മാറ്റിയല്ലേ, എം ജി രാധാകൃഷ്ണനാക്കിയല്ലേ. 1000-ഓളം പാട്ടുകൾ പാടുകയും രചിക്കുകയും അത് ഈണം പേറുകയും ചെയ്ത ഞാൻ. അവർ ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ കയറി വരുന്നതാ. ഈ സ്റ്റേജ് ആയതുകൊണ്ട് അവൻ ഇത്രയും പാടുന്നത്. വേറെ ആദ്യം 1-2 പാട്ടൊക്കെ കൊണ്ട് പാടിയത് കൊണ്ട് അങ്ങോട്ട് എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗാനങ്ങൾ കയറി വരുന്നതല്ലേ, ദാസേട്ടന് സംഭവിക്കാറുണ്ട് അത്. അപ്പോ താങ്ക് യു വെരി മച്ച്. അവസാന ഗാനത്തിലേക്ക് അവസാന ഗാനത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും നല്ല പാട്ടുകൾക്ക് ശേഷം ഒരു ക്രിസ്തീയ ഭക്തി ഗാനത്തോടു കൂടി ആ ഗാനമുള്ള വേദിയിൽ അവസാനിക്കുകയാണ്. ആലപിക്കുന്നു ജൂനിയർ ദാസ് എന്ന വാളംപുളി മണി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയം. ബാലട്ട 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 ബാലട്ട. ഏത് രാജ്യത്തെ ദൈവമാണ്? ഇതുപോലുള്ള ഗാനങ്ങൾ പാടിയാണ് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് പാട്ടും പരിപാടിയൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ കൂലിപ്പണിക്ക് പോകും. സത്യം, അത് സത്യസന്ധമായ അല്ല, തുറന്നു പറയണല്ലോ. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ടെൻഷനിൽ ചെന്നിട്ട് ഈ മഴ സമയത്ത് ജോലി കാണില്ല. ജോലി ഇല്ലാതെ തിരിച്ചു കയറി വരുമ്പോ എൻ്റെ മോള് പാവം, എൻ്റെ മോള് ജോലി ഇല്ലാതെ വരുന്ന പപ്പയെ കണ്ടിട്ട് അവള് വിഷമത്തോടു കൂടി ഇങ്ങനെ ചോദിക്കും, ഇന്നില്ലേ പപ്പ ജോലി, 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 ഇന്നില്ലേ പപ്പ. അങ്ങനെ. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പരിപാടി പാട്ടൊന്നും പാടി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കഞ്ഞി കുടിക്കണമെങ്കിൽ കൂലിപ്പണി തന്നെ ജീവിക്കണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ദാസേട്ട ഞാൻ അങ്ങ് മറക്കണം. ദാസാൻ അങ്ങ് മറന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ചെന്നിട്ട് ഈ കണ്ണാടിയൊക്കെ ഇങ്ങനെ മാറ്റി ഈ ജുബ്ബയൊക്കെ ഇങ്ങനെ അങ്ങ് ഊരും. ഈ ജുബ്ബ ഇങ്ങനെ അങ്ങോട്ട് ഊരിട്ട് റോഡിന്റെ സൈഡിലോട്ട് ഇങ്ങനെ അങ്ങ് വിരിക്കും. വിരിച്ചത് ജീവിക്കട്ടെ, എല്ലാവരും വളർത്തണ്ടേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പാടും, കുമ്പായി കൊച്ചാന്റെ പാനം കത്തണുമ്മ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണം. കുമ്പായി കൊച്ചാന്റെ പാനം കത്തണുമ്മ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമ്മ. ഞാനും കലാപവും മണിയും. ഇനി അവനെ പിടിച്ചോണ്ട് പോയില്ലെന്നുണ്ടെങ്കിൽ അവനെ അടിക്കും, അല്ലെങ്കിൽ നിന്നെ അടിക്കും. നിന്നെ അടിക്കണോ അവനെ അടിക്കണം? അപ്പൊ പക്ഷേ യവനെ നിങ്ങൾ അടിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവനെ അടിക്കും. ഒരൊറ്റ കാര്യം പറയാം, ഒരു ഗായകനെ ഒരു കലാകാരനെ അപകേളിക്കരുത്. ഞാനും ദേവരാം മാഷ് നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാൻ സമയമായിരിക്കാണ്. ആരെ ഗസ്റ്റ് എന്നറിയോ? എനിക്കറിയാം, മലയാള സിനിമയിലെയും മലയാള നാടകത്തിലെയും ഏറ്റവും ശക്തനായ അഭിനയ പ്രതിഭയാണ്. ലെറ്റ്സ് വെൽക്കം ഹരീഷ് പേരടി. உன்னாலம் நாங்க ட்ரெங்கனால நீ கெட்ட வாயோடு வாயாட வாடிக்கிட்ட ஏ பொன்னத்தான் நான் தொட்டே என்னத்தான் நீ தொட்டே உன்னை விட்டொரு போதும் வாழ மாட்டேன். ஏ பார்வையால நீ பச்சை குத்தாத ஏ மகடக்குள்ள
பார்க்காத கருபாணி ஒன்னொன்னும் தொட்டாலே உதடெல்லாம் மருதாணி அம்மம்மா அம்மம்மா അപ്പോൾ ചേട്ടൻ്റെ പുതിയ സിനിമാ വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എല്ലാവരും അറിയാൻ വേണ്ടി പറയാണ്, ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഹരീഷൻ്റെ ഫിലിം കരിയറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാക്കമുട്ടായി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ചെയ്യുന്ന സിനിമയിൽ ഹരീഷേട്ടൻ ഒരു പ്രധാനപ്പെട്ട വേഷം അവതരിപ്പിക്കുന്നുണ്ട്. ശരിക്കും ആസ് ആൻ ആക്ടർ നമുക്ക് ഒരു എന്താ വലിയ ഭാഗ്യം എന്ന് തന്നെ പറയാം. നമ്മളൊരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നു, ഇവിടെ അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്തതിന് ശേഷം കുറച്ചും കൂടി വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകുക, അവിടെ ഇത്ര വലിയൊരു സംവിധായകൻ്റെ ഒപ്പം അഭിനയിക്കാൻ സാധിക്കുക വലിയ കാര്യമല്ലേ? തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. പിന്നെ വലിയ കാര്യം എന്നുള്ളതിനേക്കാളും അപ്പുറം നമ്മളത് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമായിരുന്നു. അതായത് തമിഴും അവരുടെ സിനിമകളൊക്കെ കാണുമ്പോൾ അത്തരം സിനിമകളിൽ ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്രയോ തവണ ആഗ്രഹിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഇപ്പൊ കാക്കമുട്ട എന്ന് പറയുന്ന സിനിമ കണ്ടപ്പം ഞാൻ ആഗ്രഹിച്ചോ ഇതാരാണ് ഇത് ഈ സംവിധായകൻ. ആ സംവിധായകൻ തന്നെ ഡയറക്റ്റ് വിളിക്കുകയും ഞാൻ അയാളുടെ സെക്കൻഡ് ആണ്ടവൻ കെട്ടല എന്ന് പറയുന്ന സെക്കൻഡ് പടത്തിൽ അഭിനയിക്കാൻ ചെയ്യുന്ന ഒരു ഭാഗ്യവും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഒക്കെയാണ്, എല്ലാം കൂടിയാണ്. വേറെ പുതിയ സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വേറെ ഒരു പുതിയ സിനിമ വിശേഷം എന്താ വെച്ചാൽ അത് തമിഴ് തന്നെയാണ്. അതുപോലെ ഞാൻ ആഗ്രഹിച്ച മറ്റൊരു സംവിധായകനാണ് സുബ്രഹ്മണ്യപുരം ശശികുമാർ. പുള്ളിയുടെ കിടാരി എന്ന് പറഞ്ഞ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയിലേക്ക് നാളെ ഞാൻ പോകുന്നത് ജോയിൻ ചെയ്യാൻ. മലയാളത്തില് പ്രേതം ഇത് കഴിഞ്ഞു, രഞ്ജിത് ശങ്കറിന്റെ ജയസൂര്യ രഞ്ജിത് ശങ്കർ. അതിൽ ഞാനൊരു പള്ളിയിലച്ഛൻ ഫാദറുടെ ക്യാരക്ടർ ആദ്യമായിട്ട് ചെയ്യാണ്. പിന്നെ അത് കൂടാതെ അത് മലയാളത്തിൽ ഒരു വഴിത്തിരവാൻ സാധ്യതയുള്ള ഒരു സാധനം എന്നെ സംബന്ധിച്ചുള്ളത് ഒരു ഹ്യൂമർ ടച്ചുള്ള ഒരു കഥാപാത്രം. അതാണ് അതിന്റെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരു തിയേറ്റർ ആക്ടർ എന്നുള്ള തരത്തിൽ എനിക്കറിയാം. കാര്യം തിയേറ്ററിൽ ഭയങ്കര രസോട്ട് ഹ്യൂമർ ചെയ്തിരുന്ന നിങ്ങളുടെ ഒരു ഡിവോഴ്സ് ഉണ്ട്. അതായത് കുളൂർ മാഷിന്റെ കീഴിൽ അപ്പുണ്ണികളുടെ റേഡിയോ എന്ന് പറയുന്ന നാടകം ഒരുപാട് 3500 വേദികൾ 3500 വേദികളിൽ ഹരീഷ് ചേട്ടനും അപ്പുണ്ണി ശശി എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടർ നമ്മുടെ കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ശശിചേരനും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് തരത്തിൽ ഹ്യൂമറൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിരുന്നല്ലോ. തീർച്ചയായിട്ടും അത്തരം കഥാപാത്രങ്ങളോട് ഒരുപാട് സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. മറ്റേ ഈ അപ്പുണ്ണികളുടെ റേഡിയോയിൽ എന്തെങ്കിലും ഒരു ചെറിയ പീസ് വല്ലതും ചെയ്യാവട്ടെ. കാര്യം ജനറലി ഇവിടെ കൂടുതലും ഫിലിം ആക്ടേഴ്സ് വരുന്നവർ പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു തിയേറ്റർ അപ്പുണ്ണികളുടെ തുടക്കത്തിൽ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചെയറുണ്ട്, ഒറിജിനൽ ചെയർ ഉണ്ട് കേട്ടോ, അങ്ങനെ വിചാരിച്ചാൽ മതിയെ. അപ്പൊ ഇയാള് പോസ്റ്റലായിട്ട് റേഡിയോ മെക്കാനിസം പഠിക്കുന്ന ആളാണ്. അപ്പൊ ആ പഠിക്കുന്ന രീതി മാത്രമാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. SWMW എന്ന 2 ബാൻഡുകളുടെ പരിപാടികൾ ഒരേ സമയത്ത് കേൾക്കണമെങ്കിൽ പിയിൽ നിന്നും, അതായത് പി എന്ന നെക്കിൽ നിന്നും ട്രാൻസിസ്റ്ററിലേക്കുള്ള വയർ ക്ലീൻ ചെയ്യേണ്ടതാണ്. 6-5 വയറുകൾക്കിടയിലുള്ള H വയറുകൾക്കിടയിലുള്ള നീലവട്ടം തിരിക്കുമ്പോഴാണ് അത് ഉണ്ടാവുന്നത്. ഇങ്ങനത്തെ അയാൾ പഠിക്കുന്ന ഒരു രീതി മാത്രമാണ്. ഞാൻ മറ്റേ ഈ അപ്പുണ്ണി ശശിചേരനൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് മെമ്മറീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ നാടകം കൊണ്ട് ദുബായിൽ പോയതും അങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ ഉണ്ടായ ഒരുപാട് ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നുണ്ടോ? ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്നും ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു ആ ഒരു നോട്ടിൽ തന്നെ നമുക്ക് എനിക്ക് വേറൊരു കാര്യം അറിയാവുന്നത്, ചേട്ടൻ അത്യാവശ്യം നന്നായി പാട്ട് പാടുന്നുള്ള നാടകത്തിലെ പാട്ടുകളൊക്കെ ഭയങ്കര ആ ഭാഗം വന്നല്ലോ, ആ ഭാഗം പറഞ്ഞല്ലോ, ആ ഭാഗം കേൾക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ 3 പേര് ഇരുന്നത്. ആ ഭാഗം ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മളെ ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ അല്ലേ, നമ്മളൊരു ടീമല്ലേ, പൊളിക്കല്ലേ, പൊളിക്കാണ്. ഇവര് പാട്ടുകാരാണ് കംപ്ലീറ്റ് അല്ലേ എല്ലാരും? പിറകിലിരിക്കുന്ന 3 പേര് അല്ല, ഞാൻ വിചാരിച്ചു ഇവരെന്തോ മുസ്ലിം ലീഗുകാരാണ് എല്ലാരും. പച്ച ഞങ്ങൾക്ക് അങ്ങനെ ജാതി മത
ഇല്ല ഇല്ല ഞങ്ങള് ഓരോ ദിവസം ഓരോന്ന്. അതെ, അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇവർക്ക് ഒരേ ഒരു മതമുള്ളൂ, വെറുപ്പിക്കൽ എന്നുള്ള. ഇട്ട് തന്നല്ല. ഇല്ല ഇല്ല ചേട്ടാ, ഞാൻ തമാശ പറയുമ്പോ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ തമ്മിൽ ഇല്ല ഇനി, നമ്മൾ പറഞ്ഞു കഴിഞ്ഞോ ലൈഫിലില്ല. നമുക്ക് ഹരീഷന്റെ പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതെന്റെ സുഹൃത്ത് വിജേഷ് എഴുതിയ പാട്ടാണ്. ഞങ്ങള് അമേച്വർ ആയിട്ടുള്ള നാടകക്കാരുണ്ട്. അമേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ലാറ്റിൻ വേർഡാണ്. ടു ലവ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ നോട്ട് പ്രൊഫഷണൽ എന്നല്ല. അപ്പം അതുകൊണ്ട് അമേച്വർ നാടകക്കാർ എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി നാടകത്തെ സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ എഴുതിയ ഒരു പാട്ടാണ്, അതിലൊരു സുഹൃത്ത് എഴുതിയ പാട്ട്. സൂര്യ വരല്ലേ വരല്ലേ സൂര്യ, താഴോട്ടിറങ്ങി വരല്ലേ വരല്ലേ സൂര്യ, വരല്ലേ വരല്ലേ സൂര്യ, താഴോട്ടിറങ്ങി വരല്ലേ വരല്ലേ. ഞങ്ങള് ചാവും ഞങ്ങൾക്ക് പൊള്ളും, ഞങ്ങളെ കുട്ടിയോള് പൊള്ളി മരിക്കും. കാറ്റേ കാറ്റേ കൊടുങ്കാറ്റേ, വീശിയടിക്കല്ല കൊടുങ്കാറ്റേ. ചില്ല ഉലയും കൂട് തകരും, കൂടും മരവും കടപുഴകും. അമ്മേ അമ്മേ ഭൂമിയമ്മേ, ഞങ്ങളെ താളത്തിൽ തിരിയണമേ. സൂര്യ വരല്ലേ വരല്ലേ സൂര്യ, താഴോട്ടിറങ്ങി വരല്ലേ വരല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി പാട്ട്. എന്നെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോയി ആ പാട്ട്. ചേട്ടാ, വേറെ കുറച്ച് വിശേഷങ്ങളുണ്ട്. നമ്മുടെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്. അത് നമുക്ക് ആ ഗസ്റ്റ് സീരിയലിൽ നിന്നിട്ട് കാണാം. തീർച്ചയായും അല്ലേ? അജയൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോട് വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ജാതിമത വർഗവ്യത്യാസമില്ലാതെ എല്ലാവരെയും തുല്യരായി കാണുകയും എല്ലാവർക്കും തുല്യമായ നീതി ഉറപ്പാക്കുകയും ചെയ്യുമെന്നും എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം കൃത്യമായി നിറവേറ്റുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളും. അത് പോട്ടെന്ന് വിടിങ്ങള് പോട്ടഞ്ഞിപ്പോ. ഞാൻ പറയണ്ടായിരുന്നത് എന്ത് അവിടെ ഞാൻ പറയണ്ടായിരുന്നത് അറിയോ? സത്യപ്രതിജ്ഞ അത് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. അത് പോട്ടെ, എന്തായാലും സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കണം. നിങ്ങൾ ആഞ്ഞു വിട്ടാളേ. അനക്ക് വിട്ടാളി സുഖമായിട്ട് പറയാലോ. എന്റെ കഷ്ടപ്പാട് എനിക്ക് അറിയുള്ളൂ. ഞാൻ പറയണ എന്താ അറിയോ, നിങ്ങളെ ഈ പേരാണ് വലിയ പ്രശ്നമായത്. എന്റെ പേരെന്താ കുഴപ്പോ? നിങ്ങൾ ഈ ലീലാകൃഷ്ണൻ എന്നുള്ള പേര് വെച്ചിട്ട് ആൾക്കാർ വിചാരിച്ച ഏതോ പെണ്ണാണ് വിചാരിച്ചിട്ടാണ് വോട്ട് ചെയ്യാൻ. അതാണ് നിങ്ങൾ തോറ്റുപോയത്. അല്ലടോ, അപ്പൊ കഴിഞ്ഞ 3 പ്രാവശ്യം ഞാൻ ഈ പേര് വെച്ചിട്ടുള്ള മത്സരിച്ച് അന്നൊക്കെ ജയിച്ചിരുന്നല്ലോ. അതേതോ പെണ്ണാണ് വിചാരിച്ച ആൾക്കാർ വോട്ട് ചെയ്ത്. ഏതോ പെണ്ണാണ് വിചാരിച്ച ആൾക്കാർ വോട്ട് ചെയ്ത്. അപ്പൊ ഇപ്പൊ തോറ്റു പോയതോ? അപ്പൊ നിങ്ങൾ പെണ്ണാണ് വിചാരിച്ചിട്ട് വോട്ട് ചെയ്തില്ല. എന്തൊക്കെയാ ചങ്ങയ്യ പറയണത്? അതൊന്നല്ല, നിങ്ങളെ ചിഹ്നം മാറ്റണം. എന്റെ ചിഹ്നത്തിന് എന്താ കുഴപ്പം? ചിഹ്നം എന്തത്? തൊപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ആരും മത്സരിക്കോ? ആ തൊപ്പി നല്ല ചിഹ്നല്ലേ? തൊപ്പി ചിഹ്നം ഞാൻ ഈ വോട്ട് ചെയ്യാൻ പോണ ആൾക്കാരോട് മുഴുവൻ പറഞ്ഞു തൊപ്പിക്ക് 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 കിട്ടാന്ന്. ഒരു വിചാരിച്ച് തോൽപ്പിക്കുന്ന മൊത്തത്തിലാണ് തോൽപ്പിച്ചെന്ന്. അപ്പൊ ഈയാണ് എന്നെ തോൽപ്പിച്ചപ്പോ? ഞാൻ തോൽപ്പിച്ചല്ല, ഞാൻ നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ചു. പക്ഷെ നിങ്ങളടുത്തും തെറ്റുണ്ട്. ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അടുത്ത് എന്ത് തെറ്റാണ്ടുള്ളത്? നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന സമയത്ത് വായ തോന്നിയൊക്കെ വിളിച്ചറിയേണ്ട കാര്യം ഉണ്ടല്ലോ. അത് കൊടുക്ക ഇത് കൊടുക്ക, പ്ലസ് 2 പാസ്സായ കുട്ടികൾക്ക് നാനോ കാർ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നാനോ കൊടുക്കാന്ന് പറഞ്ഞില്ല നിങ്ങള്. ഞാനോ അല്ല നാനോ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഒന്നും.
അതൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ആരാ അതൊക്കെ പറഞ്ഞത്? ആരാതൊക്കെ പറഞ്ഞു? ഇതൊക്കെ ഇപ്പൊ മൊത്തം നാട്ടുകാരെ കുറ്റായി. അതല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കാനായിട്ട് 1500 സാരി വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? 1500 നമ്മള് വോട്ടിന്റെ ഭാഗമായിട്ട് നമ്മള് കൊടുക്കാന്ന് പറഞ്ഞു. അല്ല അത് എനിക്ക് പ്രൊമോഷന് വേണ്ടി ഇതിനടുത്ത് പൈസ വാങ്ങേണ്ടി ഇതൊക്കെ ചെയ്താണല്ലോ. ഞാൻ വാങ്ങിക്കൊടുത്തു. ഈ നമ്മളെ പഞ്ചായത്തിൽ ഒരൊറ്റ ആളും ഞാൻ കൊടുത്ത സാരി ഇട്ടില്ലല്ലോ. ഒരൊറ്റ പെണ്ണുങ്ങൾ സാരി ഇട്ടില്ല. അതൊക്കെ ഇവരൊക്കെ സാരി എടുത്തിട്ടല്ല വന്നിട്ടിരിക്കണേ. അല്ല ചുരിദാറാ 38. നോക്കി നിങ്ങളെ പേരെന്താ? ഇത് ഇപ്പം പിടിച്ച സാരിയാ? ഞാൻ ഇത് നിങ്ങളെ പേരെന്താ? രമണിയച്ചിക്ക് ഈ സാരി എടുത്തിരുന്നോ? നിങ്ങൾക്ക് ഞാൻ സാരി എടുത്താണോ? നിങ്ങളെ മാറ്റി ആർക്കോ ഞാൻ കൊടുത്തു. നിങ്ങളെ മാറ്റം ആർക്കല്ല. അല്ല നിങ്ങളെ പേരെന്തേന്? റാണിയച്ചി കൊടുത്തിരുന്നോ? നിങ്ങൾ സാരി എടുത്ത് തന്നു. ഇവരെന്താ സാരിയൊക്കെ പാടെ എവിടെ? ഇത് നമ്മളെ സാരിയാണോ? ഇമ്മ രണ്ടാളും കൂടെ പോയിട്ടല്ലേ എടുത്ത്? ആണോ നോക്കി? അത് നമ്മളതാണല്ലോ അല്ലേ? നമസ്കാരേ. സാരിക്ക് കിട്ടിയല്ലോ അല്ലേ? കിട്ടി. വോട്ടൊക്കെ ചെയ്തില്ലേ? ഓ ചെയ്തു. എനിക്കല്ലേ ചെയ്തേ? അല്ല രാമകൃഷ്ണേട്ടനാ ഇത്. രാമകൃഷ്ണേട്ടനാ ചെയ്തതെന്ന്? മൂപ്പർക്ക് ആരോ ചെയ്യാത്ത ഞാൻ വരെ വോട്ട് ചെയ്തു പോയില്ലേ? മൂപ്പർക്ക് വോട്ട് ചെയ്തോ? അല്ല നിങ്ങൾ എന്തായാലും ജയിക്കുന്നു വിചാരിച്ച്. മൂപ്പറാണെങ്കിൽ ഒരു പാവം മനുഷ്യൻ എത്ര പ്രാവശ്യം എന്റെ വീട്ടിൽ നിന്ന് വോട്ട് വെച്ചിരിക്കണ അറിയാം ഞാൻ ഇല്ലാത്ത സമയത്ത്. എടാ എന്റെ കൂടെ നടക്കണ എനിക്ക് ഈ വോട്ട് ചെയ്തില്ല. നിങ്ങളിനോട് വോട്ട് ചോദിച്ചിനോ? നിങ്ങളോട് ഞാൻ വോട്ട് ചോദിക്കാൻ പൊന്നു മോനെ. 24 മണിക്കൂർ നിങ്ങളെ കൂടെ നടക്കണേ മൂപ്പർ എന്നോട് വോട്ട് ചോദിച്ചില്ല. ഈ മനുഷ്യൻ വോട്ട് ചോദിക്കാത്ത ഒരാൾക്ക് വോട്ട് കൊടുക്കുക. ഭർത്താവ് എടുത്തത് ഞാൻ എന്റെ സാരി വാങ്ങിയിട്ടിട്ട് എനിക്ക് വോട്ട് ചെയ്തില്ല. ആയിരിക്കും സഹിക്കട്ടെ. സാരി ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെടൂല. എത്ര പ്രാവശ്യം പറഞ്ഞ ഓളെ ഭർത്താവിന് ഇഷ്ടപ്പെടൂലെന്ന്? ഓളെ ഭർത്താവ് ഇഷ്ടമില്ല. അനക്കെന്താ ബുദ്ധിമുട്ട്? എനിക്കെന്താ ബുദ്ധിമുട്ടുന്നോ? ഓളെ ഭർത്താവായി എനിക്ക് വിഷമം ഉണ്ടാവൂലേ? അന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഈ സാരി എടുത്ത് വരരുതെന്ന്. എത്ര 1500 കണക്കിന് സാരി ഞാൻ അവിടെ വാങ്ങിത്തത്. വേറെ കേട്ടോ നമ്മളതല്ല. 1500 സാരി മേടിച്ചിട്ടുണ്ടല്ലേ? പോയിരിക്കും അവിടെ. ഓ എല്ലാ സാരി എന്റെ പെണ്ണുങ്ങൾ കൊണ്ട് കൊടുത്തില്ലടാ അല്ലേ? നിങ്ങൾ ജയിക്കാത്തതിന് ഇപ്പൊ ഇന്ന കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? വരി വരി ഇവിടെ ഇരിക്കാം നമുക്ക്. ഇതവിടെ കൊറേ സംസാരിക്കാണ്ട്. ഞാൻ നിങ്ങള് എവിടെയാ നിങ്ങള്? ഇതാ നോക്കിക്കോളെ. എന്താണ് കൈനോട്ടക്കാരനല്ലേ? തത്തക്കൂടില്ല? തത്തക്കൂടോ? എന്താണോ മനസ്സിലാക്കിയേ? ഹസ്തരേഖ ആരാന്ന് വെച്ചിട്ട് എന്നോട് സംസാരിക്കണേ? എനിക്ക് കുറച്ച് പ്രായം ഉണ്ടെന്ന് വെച്ചിട്ട് പ്രായമുള്ള ആൾക്കാരെ കളിയാക്കേണ്ട ആണോ? ഞാൻ ആരാന്ന് വെച്ചിട്ടാണോ ഈ ഇപ്പൊ എന്നോട് കൈ നോക്കാൻ പറഞ്ഞത്? ഒരു കൈനോട്ടക്കാരനായിട്ട് തോന്നി ഉണ്ടോ? ഏതാ ഇയാള്? ഞാൻ എത്ര വലിയ ഉദ്യോഗസ്ഥനാണ്, ഏത് പദവിയിൽ ഇരിക്കുന്ന ആളാണെന്നുള്ള ആൾക്കറിയില്ല. എന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് നമ്മളെ പ്രായമുള്ള ആൾക്കാരെ കണ്ടാൽ ഒരു മക്കാറാക്കല. അത് വേണ്ട, മനസ്സിലായോ? ഞാനൊരു വലിയ ദൗത്യം ഏറ്റെടുത്തിട്ട് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഓട്ടത്തിലാ. അത് കണ്ടുപിടിച്ച് വരുമ്പോ എനിക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ള കേട്ടോ. അല്ല നിങ്ങൾ കരിങ്ക ശശിന്റെ അച്ഛനാ? ശശിന്റെ അച്ഛനോ? അല്ലേ? അടക്ക് ഞാൻ പോയിട്ട് വരട്ടെ കേട്ടോ. എന്റെ തത്തക്കൂടും കൈനോട്ടോ ശരിയായി തരാൻ ഞാൻ. ഇതെന്താ എന്താണ് മൂപ്പരോട് എന്താ ചോദിച്ചേ? കൈ നോക്കണ ആളെ മൂപ്പരിതായിട്ട് ഇങ്ങനെ വന്നാ പിന്നെ കൈ അയാൾ കൈ നോക്കണ ആളല്ല. അല്ല എടോ ഇന്റെ തോൽവിന്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടി ഹൈക്കമാൻഡെന്ന് പറഞ്ഞ ആളയാള്. മൂപ്പരോ? ഞാൻ എങ്ങനെ തോറ്റെന്ന് അന്വേഷിക്കാൻ വന്ന ആളാ. ഇനിയിപ്പോ മൂപ്പരാരെ അന്വേഷിക്കേണ്ടി വരുമോ? അത് ഇനിയിപ്പോ എവിടെയും പോയി വീഴുവാന്ന്. അല്ല ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ജയിക്കാൻ വേണ്ടി ഊണും ഉറക്കമൊക്കെ ഒഴിഞ്ഞ് കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. എന്റെ വീട്ടിൽ നിന്ന് 4 നേരം വെട്ടി വിഴുകിയിട്ട് കിടന്നുറങ്ങുന്ന ഊണും ഉറക്കം ഒഴിഞ്ഞോ? അത് നിങ്ങളെ വീട്ടിൽ നിന്നല്ലേ? എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കഴിച്ചില്ലല്ലോ. എന്റെ വീട്ടിലെ ഫുഡ് ഒഴിവാക്കിയതാണ് ഈ പറയുന്നത്. അത് ഞാൻ ഊണ് ഉറക്കം ഒഴിച്ചല്ലേ? അതൊക്കെ അടക്കട്ടെ. നിങ്ങൾ ജയിക്കുന്ന വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട് ചെയ്ത സംഭവമാണ് ഇത്. ഇതെന്താന്ന് നോക്കി നിങ്ങള് വായിച്ചു നോക്കി. അയ്യോ കാണിക്കല്ലേ. ഇന്നെ കാണിച്ചതോ കാണിച്ച് നീ നാട്ടുകാരെ കാണിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ജയിക്കുന്നവരായിട്ട് 50,000 വോട്ടിന് വിജയിച്ചു എന്ന് പറഞ്ഞു കണ്ടിട്ട് ലീലാകൃഷ്ണൻ അഭിവാദ്യങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെ അടിച്ച് എന്നോട് നിങ്ങൾ ഇത് പറയണോ കേട്ടോ? വഷളാക്കാൻ നിൽക്കടങ്ങ് ഓരോന്ന് അടിച്ചിട്ട്. അത് മാത്രല്ല വേറെ പ്രശ്നമുണ്ട്. ഒരു 50,000 റുപ്യന്റെ ചെലവുണ്ടാവും.
ഇനി 50,000 രൂപ അങ്ങോട്ട് എന്ത് കാര്യത്തിന്? ഇവർക്ക് കൊടുക്കാൻ. ഇവർക്ക് കൊടുക്കാനോ? ഇവർക്കല്ല, ഓർക്കസ്ട്രക്കാർക്ക് കൊടുക്കേ. ഓർക്കസ്ട്രക്കാർ ഞാൻ പോരെ ഗാനമേള ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ. ഗാനമേള നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഘോഷ പ്രകടനം പോവല്ലോ. അതിന് ചെക്കന്മാർക്ക് തുള്ളാൻ വേണ്ടിട്ട് ഞാൻ പാട്ടൊക്കെ ഉണ്ടാക്കിയില്ലേ. നിങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ എഴുതി. പാട്ടൊക്കെ ഉണ്ടാക്കി? പാട്ടൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എന്തൊക്കെ ചെയ്ത് എവിടൊക്കെ പോയി കരോക്കെ തപ്പിയത് സ്റ്റുഡിയോ കൊണ്ടുപോയി. ഈ കരോക്കെ ട്രാക്ക് ഉണ്ട്, പിന്നെ എന്തിനാ ഓർക്കസ്ട്രക്കാര്? ഇവര് ഡമ്മിയാണ്. ഇവരെ ഒരു കൂടോട്ടശൈലി നമ്മളിങ്ങനെ ഇരുത്തി ഞാൻ ഇവിടെ കരോക്കെ ഇട്ടിട്ട് പാടും, ഇവരിങ്ങനെ വെറുതെ ഇങ്ങനെ വായിക്കുക. അതിന് കൊണ്ടുവരണം. ഇപ്പൊ അതിന് വേണ്ടിതാ ഞാൻ ഉണ്ടാക്കിയ പാട്ടാണ് ഇത്. നിങ്ങൾ നോക്കട്ടെ. മൂപ്പര് ജയിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ എഴുതിയ പാട്ടാണ്. അന്ന് വായിച്ചു തരണേ. ലീലാ കൃഷ്ണ ഹരോ ഹര തൊപ്പിച്ചിഹ്നത്തിൽ ഹരോ ഹര. നാടിനാകെ സന്തോഷമായി ലീലാകൃഷ്ണൻ വന്നു. MLA ആകാൻ വീണ്ടും വന്നു നമ്മുടെ സ്വന്തം ലീല. ഈ നാടിനാകെ ആപത്തായി, പെണ്ണുങ്ങൾക്കോ പേടിയായി, മാനം വേണേൽ ഓടിപ്പോയിക്കോ, ലീലാകൃഷ്ണൻ വന്നിടുന്നുണ്ട്. ലീലാകൃഷ്ണ ഹരോഹര തൊപ്പിച്ചിഹ്നത്തിൽ ഹരോഹര. ലീലാകൃഷ്ണ ഹരോഹര തൊപ്പിച്ചിഹ്നത്തിൽ ഹരോഹര. ഈ നാട്ടുകാർക്കെല്ലാം ധൈര്യം കിട്ടാനായി വോട്ടുകൾ ചെയ്യൂ, നാടുകടത്തോ. ഈ ഭീമസേനന്റെ ശല്യം തീർക്കാനായി കൊടുക്കൂ വോട്ട്, ഇവനൊരു വോട്ട്. എങ്ങനുണ്ട്? അല്ല സൂറ, എന്താണ് ഇന്നെ കാണുമ്പോ പെണ്ണുങ്ങളൊക്കെ ഓടി ഒളിക്കുക, മാനമാണ് ഓടിക്കുക, എന്തൊക്കെയാ ചെയ്തിട്ടുണ്ടെങ്കിൽ? അതാണല്ലോ സത്യം. ഇതൊക്കെ ഈ വരികളൊക്കെ എങ്ങനെയാ വന്നത്? ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കം ഇനി എഴുതി ഉണ്ടാക്കിയല്ലേ. ഇതൊക്കെ തന്നെയാണ് ഞാൻ തോൽക്കാണ്ടായ കാരണം. ഇങ്ങനത്തെ ഓരോ വൃത്തിയായിട്ട പാട്ടുകൾ ഇന്റെ കുറെ പൈസ മുട്ടിക്കാനാണ് വേറെ എന്താ ചെയ്യണ്ടോ? എന്നാലും നിങ്ങൾക്ക് 2 വോട്ട് മാത്രം എങ്ങനെ കിട്ടിപ്പോയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ബാക്കി വോട്ടൊക്കെ എവിടെ പോയി? എനിക്ക് വോട്ട് ചെയ്തിനോ? സത്യം പറയില്ലല്ലോ, വോട്ട് ചെയ്തില്ല. ഇതാ വന്നതാ. ഒന്നും നടക്കും തോന്നില്ല. കണ്ണട പോയി. കണ്ണട പോയിപ്പോയടാ, അതുകൊണ്ട് പാക സുയിപ്പായി. പിന്നെ ഞാൻ എന്നോടൊരു കാര്യം പറയാം. ഞാനിപ്പോ ഈ അന്വേഷണ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണല്ലോ. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ലീലാകൃഷ്ണനെ കുറിച്ച് ഞാനിവിടെ ഒരു 1000-1500 ആൾക്കാരോടെങ്കിലും പോയി ചോദിച്ചിട്ടുണ്ടാവും. ഇവർക്ക് ആർക്കും ഇവനെ പറ്റി ഒരു നല്ല അഭിപ്രായമില്ലടോ. ഒരു ചെറിയ കുട്ടിക്കില്ല, വലിയ ആൾക്കാർക്കില്ല, പ്രായമുള്ളവർക്കില്ല. അമ്മാതിരി ഒരു അബദ്ധം മനുഷ്യന് ആരാണെങ്കിലും ഇപ്പൊ ഞാനാണെങ്കിലും വോട്ട് ചെയ്യില്ല. ഈ ആണെങ്കിലും ഇപ്പൊ ചെയ്യണം. അമ്മാരത്തെ ഒരു ചെറ്റ സ്വഭാവമുള്ള ചങ്ങായിക്ക് ഈ പറ. അല്ല നിങ്ങൾ ഈ പറയണ ഇവൻ ആരാണ് ഈ ഒരൊറ്റ നടത്തി? സോറി അല്ല, ഈ ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരു ചങ്ങായിക്ക് വോട്ട് ചെയ്യും? ഒരു വോട്ട് ചെയ്യും, ചെയ്തിട്ടുണ്ട്. ആർക്കാ ചെയ്ത്? സ്ഥാനാർത്ഥി. ആർക്ക്? ലീലാകൃഷ്ണനോ? ഇപ്പൊ ഒരു വോട്ട് ചെയ്തോ? ഇത്രയും നേരമായിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചാ, പക്ഷെ ഇതുവരെ ആരും ഒരു വോട്ട് ചെയ്ത കാര്യം പറഞ്ഞില്ല. ആദ്യമായിട്ട് ഒരാൾ ലീലാകൃഷ്ണന് വോട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ തമ്മിൽ വലിയൊരു ബന്ധം ഉണ്ടാവുമല്ലോ അല്ലേ? ചെറിയൊരു ബന്ധമുണ്ട്. എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? വകയിൽ അത് ഞാനായിട്ട് വരും. പൈസയും വിഴുങ്ങിട്ട് തപ്പി തപ്പിയ കുഴിയിൽ വീണ് ചത്തുകൊണ്ട. കണ്ണട പോയി പോകാം, എയർപോർട്ട് പോയി ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറി പോയിട്ട് മേലാൽ ബൈക്ക് കണ്ടുവരുത്. തെറ്റൊക്കെ ഇട്ട് വരിക. എല്ലാരോടും തെറ്റാ മൂപ്പര്, ബാക്കിൽ തെറ്റൊക്കെ ഇട്ട് വന്നതാ. ആലോചിച്ച് നോക്ക്. എല്ലാം അന്വേഷണ കമ്മീഷൻ ഓനെ പിടിക്കും. ഇങ്ങോട്ട് വാ. എന്താ എന്റെ പൊന്നു സുഹൃത്തെ, ഈ പുള്ളി ചെയ്തു വെച്ച പണി എന്നാന്നറിയാമോ? എന്താണ്? എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഇലക്ഷന് നിൽക്കും. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ തീർച്ചയായിട്ടും ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാകും. അതുകൊണ്ട് എന്റെ ഈ സെക്യൂരിറ്റി പണി കളഞ്ഞേച്ച് വാ, ഈ പുള്ളിയുടെ ഗൺമാനാക്കാന്ന് പറഞ്ഞ് എന്റെ ഇത് പൈസ മേടിച്ചു. ഈ പുള്ളി നോക്കുകയും ചെയ്ത് എന്റെ ആപ്പാടെ വിഷമം വെച്ചിരിക്കുകയാണ് ഞാനിപ്പോ. നിങ്ങളോടും പറഞ്ഞു അങ്ങനെ. പിന്നല്ലാതെ എന്ത് മനുഷ്യനാ നിങ്ങള്. ഇപ്പൊ ചന്ദ്രനിൽ നിന്ന് ഇങ്ങോട്ട് വന്നാണല്ലോ. ഇത്രയും കാലമായിട്ട് എന്റെ കൂടെ ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ അന്വേഷണം പറയുന്നു. ഞാൻ എന്താ പറഞ്ഞത്? എന്ത് എന്നെ ഗൺമാനാക്കുന്ന നിങ്ങൾ പറഞ്ഞില്ലേ? ഗൺമാൻ ആക്കുന്ന് പറഞ്ഞു. എന്റെ ഗൺമാൻ ആക്കുന്നല്ല പറഞ്ഞത്. നിങ്ങൾ പൈസ വേണോ ഗൺമാൻ ആവണോ? ഗൺമാൻ ആക്കുമെങ്കിൽ പൈസ വേണ്ട. വേണ്ടല്ലോ. ഗൺമാൻ ആക്കില്ല, പൈസ വേണം. എന്നാല് ഇന്നു മുതല് നിങ്ങൾ എന്റെ ഗൺമാനായി ചാർജ് എടുത്തോളി. ഇന്ന് മുതലാ? ഇന്ന് മുതൽ ഗൺമാൻ എന്റെ ഗൺമാനായി. അപ്പൊ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഇന്ന് മുതൽ എന്റെ ഡ്യൂട്ടി. എന്നെ പ്രൊട്ടക്ട് ചെയ്യാനല്ല നിങ്ങളോട് പറഞ്ഞത്. അതെ അതെ അതെ, എന്നെ പ്രൊട്ടക്ട് ചെയ്യണം. കാരണം എന്താ അറിയോ, നിങ്ങളോട് പൈസ വാങ്ങിയാൽ ഞാൻ കുറെ നാട്ടിൽ കുറെ ആൾക്കാരോട് പൈസ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇവിടുന്ന് ഇറങ്ങാൻ കാത്തുക ഓരൊക്കെ പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ എന്റെ ഗൺമാൻ. ഓക്കെ. അജോ, ഇത് ഞാൻ അടിക്കേണ്ടത്.
ഒറ്റ ഇതിന് സാധനം തുറത്തില്ല. ഫുൾ പ്രൊട്ടക്ഷൻ ഞാൻ ഏറ്റെടുത്തു. അപ്പൊ ഞാൻ ഡ്യൂട്ടി തുടങ്ങാൻ സാർ. അല്ല എനിക്കും കൂടെ ഇറങ്ങും സാർ. ധൈര്യം ശ്രദ്ധിക്കണം. ഓക്കെ ആയിക്കോട്ടെ സാർ. ഈ ഏരിയ ആക്രമണം വരുമ്പോൾ ശ്രദ്ധിക്കണം. ഗൺമൻ കൂടും. എന്റെ ശവത്തെ തട്ടിട്ട് എന്റെ സ്ഥാനം തുറക്കാൻ ഞാൻ തുടങ്ങിയത്. ഒരു വിഷയമല്ല സാർ. ഗൺമൻ കൂടുള്ളപ്പോ ഒരു പ്രശ്നമില്ല. തൊട്ടുപോയത് കൊന്നണം ഞാൻ. ഒരു പ്രശ്നമില്ല സാർ. ഞാൻ ഗൺമൻ കൂടില്ല സാർ. ഒരു പ്രശ്നമില്ല. വന്നോളൂ സാർ. ഒരു പൈസ വാങ്ങിയനാണ് അങ്ങനെ, പൈസ കടം വാങ്ങിയനാണ് അങ്ങനെ. അവിടെ നിൽക്കുന്നു സാർ. ഗൺമാനുണ്ട്, വന്നോളൂ. ഒരു പ്രശ്നമില്ല സാർ. ഓക്കെ പോന്നോളൂ ധൈര്യമായിട്ടും. അല്ല സാർ, ഞാൻ വേറെ കേസ് ചോദിച്ചോട്ടെ. സത്യത്തിൽ എനിക്ക് എത്ര രൂപ ശമ്പളം? ശമ്പളം ഇല്ലല്ലോ. ശമ്പളം ഇല്ല. അല്ല അതെന്തിനാണ് ഗൺമാന് ശമ്പളം ഇല്ലേ? എടോ എന്നോട് ഞാൻ ചോദിച്ചില്ലേ ശമ്പളം വേണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ആവണോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ കാശ് വേണ്ട, ഗൺമാനായ മതി. ആണല്ലോ, കാശ് വേണ്ടെന്ന് പറഞ്ഞാൽ കാശ് അതങ്ങനെ ശരിയാവുന്നത്. എന്താ ശരിയാവാക്ക്? അയ്യോ എനിക്ക് ആരെങ്കിലും ഒരു ഗണ്ണ് തരാമോ? മോനെ ഒരു ഗണ്ണ് കൊടുക്കണേ. എന്തിനാ 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 ഈ വെള്ളപ്പന്നെ വെടിവെച്ച് വന്ന് അങ്ങനെയാലും എനിക്കൊരു ഗണ്ണ്. ചേട്ടൻ ഇതിനു മുമ്പും നമ്മുടെ ഈ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷെ അതിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മളിനി കളിക്കാൻ പോകുന്നത്. സാധാരണ ഡംഷലാർട്സ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടല്ലോ, അതിന്റെ വേറൊരു വേർഷനാണ്. വേറെ ഭയങ്കര പ്രത്യേകതകളൊന്നുമില്ല. അതൊരു മാസ്ക് ആണ്. നമ്മൾ തിയേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു മാസ്ക് ആണ്. അതിലൊരു സെലിബ്രിറ്റിയുടെ ഫേസ് ആണ്. സെലിബ്രിറ്റി ആരും ആവാം. നടനോ മറ്റേ പൊളിറ്റീഷ്യനോ സിംഗറോ ആര് വേണമെങ്കിലും ആവാം. ഞാൻ അറിയുന്ന സെലിബ്രിറ്റി ആയിരിക്കും. അതായിരിക്കും. എല്ലാവരും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ആളുകളാണ്. ആദ്യത്തെ കാർഡ് വിനയ് എടുക്കും. അപ്പം ചേട്ടൻ അത് അഭിനയിച്ച് കാണിക്കുന്നു. അപ്പോൾ ഐശ്വര്യമായിട്ട് വിനയ് ഒന്ന് എടുത്തേ. ഓക്കേ, ഓഡിയൻസിനെ കാണിക്കൂ. ആക്ടറാണ്. പുള്ളിയുടെ പ്രൊഫഷൻ ഒന്ന് അഭിനയിച്ചാണ് സാർ. പൊളിറ്റീഷ്യൻ. കേരളത്തിലുള്ളതാണോ? കേരളത്തിലുള്ളതാണ്. ഏത് പാർട്ടിയാണ്? താമര. കൈപ്പത്തിയോ? കൈപ്പത്തി മുഖ്യമന്ത്രിയാ? ഒരുപാട് വഴക്കുണ്ട്. കരുണാകരൻ. അടുത്തത് ഹരിശേട്ടൻ എടുക്കുന്നു. വിനയ് അത് അഭിനയിച്ച് കാണിക്കുന്നു. ഓക്കെ ഓക്കെ, എല്ലാരും കാണിച്ചോളൂ. എല്ലാരും കാണിച്ചോളൂ. അയ്യോ, ഏതാ ഫീൽഡ്? ഏതാ ഇയാളുടെ സിനിമ? താങ്കൾ എങ്ങോ പോയി. പഴയ ആളാണ്. ചുണ്ടിങ്ങനെ കാണിക്കും. ഇരിക്കും. ഹൈറ്റ് കുറവാണ്. ശ്രീകൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. ഞങ്ങൾ നാട്ടിലായിരുന്നു. അതെ. നിങ്ങൾ പടം വരച്ചിട്ടുണ്ടോ? ശ്രീകൃഷ്ണൻ സിനിമാ നടനാണോ? ഉണ്ണികൃഷ്ണൻ. CID ഉണ്ണികൃഷ്ണൻ BAB. ചിരിക്കുന്നു. എന്തൊരു സന്തോഷം. ഭ്രാന്തനാണ് തോന്നുന്നു. എന്നെ കാണിക്കുന്നത് സിനിമക്കാരനായ ഭ്രാന്തൻ. വിനയ് ഫോർട്ടിനെ പോലെ ചിരിക്കും. നിങ്ങളെ നാട്ടിലോ? പൂജാരി. പൂജ. പ്രേം പൂജാരി. സിനിമക്കാരനായ പൂജാരി. അതെ അതന്നെ. എന്റെ പൊന്നോ. വിനയജി കോട്ടക്കിട്ടുണ്ട്. കോട്ടക്കിട്ട് പൂജാരി. സിനിമക്കാരനാണ്, നടനാണ്. സലീം കുമാർ. ഇപ്പം ജീവിച്ചിരിപ്പുള്ള നടനാണ്. വഴി ഓട്ടിക്കും. ഓൾറൗണ്ടറാണ്. സിനിമാ നടൻ. ഞങ്ങളുടെ നാട്ടുകാരൻ. ഓൾറൗണ്ടർ സിനിമാ നടൻ. ആരാണിത്? അതാണ് പറയേണ്ടത്. കോട്ടിട്ടാളാ. ഫുൾ ടൈം കോട്ടിട്ട് നടക്കുന്ന ആളാ. ഫുൾ ടൈം കോട്ടിട്ട് നടക്കുന്ന കോഴിക്കോട്ടുകാരനായ തേജേട്ട ഒന്ന് പറയാ. കരച്ചിലല്ല, വെട്ടി. എപ്പോഴും വഴക്കുണ്ടാക്കി. ചിരി. അട്ടഹാസം. സന്തോഷമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? സന്തോഷം. ഓക്കെ. ഇനി ബാക്കി പറഞ്ഞു. സന്തോഷം.
അതിലുണ്ട് ജീവിച്ചിരിക്കുന്ന കോഴിക്കോട്ടുകാരൻ നടൻ ആരാണ്? എന്റെ ദൈവമേ, എന്നെ അങ്ങോട്ട് എടുത്തോളൂ. ഒരു കാര്യം ചേട്ടാ, ഈ പടം നോക്കിയിട്ട് പറഞ്ഞു. സന്തോഷ് വരെ വന്നതാ, സന്തോഷ് വരെ ചേട്ടൻ വന്നതാ. അപ്പൊ ഞാൻ വിചാരിച്ചു ബാക്കി കൂടെ പറയും. പക്ഷെ ഈ ഏരിയയിൽ ഈ പഞ്ചായത്തിലേക്ക് എന്റെ ചിന്ത പോയില്ല. അല്ല, ആ പഞ്ചായത്തിൽ ആരും അടുപ്പിക്കാറുണ്ടോ? അതെ അതെ, അതാ വിഷയം. കോഴിക്കോട്ടെ നടന്മാരൊക്കെ ഞാൻ ആലോചിച്ചു, അതാണ് പറ്റിച്ചത്. ഒരു ചാൻസ് കൂടെ വിനയ്ക്ക് കൊടുക്കാനാണ്. വിനയ് എടുക്കുന്നു. ഞാൻ എടുക്കുന്നു, ചേട്ടൻ അഭിനയിക്കുന്നു. അയ്യോ, ഈ അഭിനയം എനിക്ക് കാണണം. ഈ അഭിനയമാണ് എനിക്ക് കാണേണ്ടത്. ഓക്കേ, ഇതെന്താ രണ്ടുപേരും ഊമയായ? എന്തത്? എനിക്ക് പറയാല്ലേ, പറയാം. ഞാൻ മറ്റേത് ചെയ്തത്, ചെയ്തില്ലേ? ഞാൻ പോയി എവിടെയൊക്കെ പോയി. സ്ത്രീയാണ്. അയ്യോ, ഷക്കീല മറിയ രേഷ്മ. ആദ്യത്തത് ഷക്കീല. ഭയങ്കര ക്ലൂ ആയി പോയി. അല്ല, ഈ ഒരു സാധനമാണ് അത്. ശരിക്കും അതിൽ കൂടുതൽ പറയരുത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നവൻ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ മുൻകൂട്ടി പ്രവചിക്കുകയാണ്. ഈ എപ്പിസോഡ് കാണുന്ന എല്ലാ അമ്മാവന്മാരും നമ്മളെ റേറ്റിംഗ് കൂട്ടും. റേറ്റിംഗ് നല്ല രീതിയിൽ കൂട്ടും. പക്ഷെ ഇത് തിരിച്ചറിയണമെങ്കിൽ ഈ സിനിമകൾ കണ്ടിരിക്കണം കേട്ടോ. അത് ഞാൻ കണ്ടവരുടെ കാര്യമാണ്, അമ്മാവന്മാരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഗെയിമിന്റെ ഏറ്റവും ലാസ്റ്റ് സെലിബ്രിറ്റീനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. അത് പ്രിയ എടുക്കുന്നതായിരിക്കും, ചേട്ടൻ അഭിനയിച്ച് കാണിക്കുന്നതായിരിക്കും. സിനിമ ഉള്ള പെണ്ണാണോ ആണാണോ? ഇന്ത്യൻ സിനിമ, മലയാള സിനിമ, കോമഡിയൻ ആണോ? അല്ല. ഹീറോ ആണോ? ഹീറോ ആണ്. അവിടെ എവിടെ കുത്തും? മൈക്കിൾ ജാക്സനെ പോലെ ഡാൻസ് കളിക്കും. അതാരോ? പ്രഭുദേവ. മലയാളിയാ? മലയാളി. പിന്നെയുള്ള മറ്റേ നീരജ് മാധവ്. ഹീറോ ആണ്, പഴയ ഹീറോ. റഹ്മാൻ. വേറൊരു വഴിയില്ല. പ്രിയനെ കാത്ത് ഒരു പ്രത്യേക ഗിഫ്റ്റ് ഇരിക്കുന്നുണ്ട്. ഒരു സർപ്രൈസ് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് അതെ. ഇത്തിരി നാണം പെണ്ണിൻ കവിളിന് കുങ്കുമമേകുമ്പോ മംഗളഗന്ധം ആണിൽ കരളിനെ ഇക്കിളിയൂട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ഞാൻ. ഇത്തിരി നാണം പെണ്ണിൻ കവിളിന് കുങ്കുമമേകുമ്പോ മംഗളഗന്ധം ആണിൽ കരളിനെ ഇക്കിളിയൂട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. നമസ്കാരം. ഞാൻ ഈ തിരുവാണിയൂർ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാ. ടീച്ചറിന്റെ സ്കൂളിലെ കുട്ടികളായിരിക്കുമല്ലോ ഇവിടെ ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്നത്? അല്ലല്ല, ഇവിടുത്തെ ഒരു കുട്ടി എന്റെ സ്കൂളിലെ ഗസ്റ്റാ. നിങ്ങളുടെ സ്കൂളിലെ ഗസ്റ്റോ? അതെ. അതാരാണ്? സൂരജ്. 6 ബിയിൽ പഠിക്കുന്ന സൂരജ്. അവന്റെ ക്ലാസ് ടീച്ചറാ ഞാൻ. അവൻ വന്നില്ലെങ്കിൽ എന്റെ ജോലി പോവും. എന്റെ അമ്മ, അവൻ അത്രയ്ക്ക് ഹോൾഡ് ഉള്ള ആളാ? അവൻ അത്രയ്ക്ക് ഹോൾഡ് ഉണ്ടായിട്ടൊന്നും അല്ല. എന്റെ സ്കൂളിലാകെ 6 കുട്ടികളെ ഉള്ളൂ. അതിൽ 2 പേര് ടി സി മേടിച്ചു പോയി. ഇനി 4 എണ്ണം ഉണ്ട്. അതിലൊരുത്തൻ അവനാ. അവനാണെങ്കിൽ മര്യാദക്കൂട്ട് ക്ലാസ്സിലും വരില്ല. അപ്പൊ ബാക്കി 3 കുട്ടികളോ? ആ 3 കുട്ടികൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവും. എന്താ കാര്യം? അതങ്ങനെയാ, സ്കൂളിൽ നിർത്തിയാലും ഉണ്ടാവും. എന്താ കാര്യം? അതെന്റെ സ്വന്തം കുട്ടികളാ. സൂരജ് വരുന്നുണ്ട്. നമസ്കാരം. ഇന്നത്തെ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. ഇന്നത്തെ ക്ലാസ് എനിക്ക് മിസ്സായല്ലോ. അത് നഷ്ടമാണെന്ന് പറയായിരുന്നു. ഇവന്റെ കാര്യം അറിയോ? ഇവനെ ഞാൻ എപ്പ പഠിപ്പിച്ചാലും ഇവന് യാതൊരു ശ്രദ്ധയില്ല. ഇവൻ എന്തോ ആലോചിച്ചോണ്ടിരിക്കുക.
എന്ത് നീ ഇങ്ങനെ ആലോചിക്കാൻ മാത്രം? നീ എന്താ ബുദ്ധിജീവിക്ക് പഠിക്കണോ? അല്ല അതൊന്നുമല്ല, ടീച്ചർ എനിക്ക് ചരിത്രമാണ് എടുക്കുന്നത്. അപ്പൊ ടീച്ചറിന്റെ ക്ലാസ്സിൽ നിന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഒരു 200 വർഷം മുമ്പ് ജനിച്ചാ മതിയായിരുന്നു. അതെന്തിനാന്നറിയില്ലേ? ഈ 200 വർഷം മുമ്പ് ജനിച്ചാലേ ഈ 200 വർഷം മുമ്പുള്ള ചരിത്രം ഒന്നും പഠിക്കണ്ടല്ലോ, രക്ഷപ്പെട്ടില്ല. അതിന്റെ ബാക്കി പഠിച്ച പോലെ. എടാ നീ വെല്ലം പഠിച്ചാലേ നിനക്ക് ജോലി കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല, പഠിച്ചില്ലെങ്കിലും ജോലി കിട്ടും. പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടില്ല, പഠിച്ചാൽ തന്നെ ജോലി കിട്ടുള്ളൂ. പഠിച്ച് നന്നാവാൻ നോക്കി. തർക്കിക്കാനൊന്നും നോക്കണ്ട, പഠിച്ചിട്ടില്ലെങ്കിലും ജോലി കിട്ടും. ഞാൻ പറഞ്ഞുതരാം. ചേട്ടന് ജോലി എന്താ? അഭിനയിക്കല്. അഭിനയം അല്ലേ? ഫസ്റ്റ് ഫിലിം ഇതാ. ഫസ്റ്റ് ഫിലിം 1000-ലൊരുവൻ. 1000-ലൊരുവൻ. അതില് ചേട്ടൻ സെറ്റിലേക്ക് പോയി. അവിടുന്ന് ഡയറക്ടർ ചേട്ടനോട് ചോദിച്ചോ, 1-ാം ലോക മഹായുദ്ധം നടന്നത് ഏത് വർഷാന്ന്? ഇല്ലല്ലോ. വാസ്കോഡ ഗാമ കാപ്പാട് വന്ന് ഇറങ്ങിയത് ഏത് വർഷാന്ന് ചോദിച്ചു? അതും ചോദിച്ചിട്ടില്ല. ഇല്ലല്ലോ. അമീബ ഇര പിടിക്കുന്നത് എങ്ങനെയാന്ന് അതെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ തന്നെ പഠിക്കാതല്ലേ ചേട്ടന് ജോലി കിട്ടിയേ അല്ലേ? പിന്നെ എന്തിനാ ഇതൊക്കെ പഠിച്ചു കൂട്ടുന്നത്? ഭ്രാന്ത് പറയാൻ വേണ്ടി. ആരെന്ത് ചോദിച്ചാലും ഇവൻ തറുതലല്ലാണ്ട് ഒന്നും പറയില്ല. ഇവന്റെ കഴിഞ്ഞ വർഷത്തെ മാർക്ക് അറിയാവോ? മലയാളത്തിന് 4, കണക്കിന് 2, സയൻസിന് 1, ഇംഗ്ലീഷിന് 0. പിന്നെ എന്തിനാ അവനെ പഠിപ്പിക്കുന്നത്? പഠിത്തം നിർത്തിക്കൂടെ? നല്ല ബുദ്ധി വരട്ടെ, കേറി വാ. ഞാനൊരു കുറെ കാലമായിട്ട് പറയണമെന്ന് കരുതിയോ. ചേട്ടന്റെ പേര് ഞാൻ മറന്നുപോയി. ഹരീഷ് പാരഡി. രമേഷ് പിഷാരടി. ഹരീഷ് പാരഡി. എന്തൊരു പേരടി! ഒരു നല്ല പേരൊക്കെ ഇട്ടോന്നൂടെ? സൂരജ് തേലക്കാരെന്നെങ്കിലും കേട്ട് ബൂസ്റ്റ് ചെയ്തു കട്ടക്ക്. അപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷങ്ങളിലൂടെ പങ്കുവച്ചു. നമ്മൾ ആടി, നമ്മൾ പാടി, നല്ലൊരു എപ്പിസോഡായിരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാരെ ഇങ്ങനെ നിങ്ങളുടെ പ്രോത്സാഹനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളെല്ലാം ഒരു കുടുംബമായി കണ്ടിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പിന്തുണ, ആ പിന്തുണ എല്ലാ കാലത്തും ഉണ്ടായിരിക്കുക എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. ചേട്ടാ, ഇനിയുള്ള മറ്റേ നാടക ജീവിതത്തിലായാലും സിനിമാ ജീവിതത്തിലായാലും അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലായാലും ഒരുപാട് നന്മകളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറിയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പ് ഹരീഷ് ചേട്ടന്റെ ഒരു മനോഹരമായ പാട്ട് നമുക്ക് കേൾക്കാം. ഉള്ളിൻ്റെ ഒരു ചെറിയ ഭൂമിയുണ്ട്, ഒരു ചെറിയ ഭൂമിയുണ്ട്. ആ ചെറിയ ഭൂമിയിലെ തിരിപോന്ന മനുഷ്യൻ വേഷം കെട്ടി വാക്ക് പറഞ്ഞ് കടിച്ചു കാട്ടുന്നു. ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം. വാക്കുകളെല്ലാം തീക്കനലാകും, തോക്കുകളെല്ലാം പുതുമഴയാകും. വാക്കുകളെല്ലാം തീക്കനലാകും, നോക്കുകളെല്ലാം പുതുമഴയാകും. ഭൂമിയിലെ നടത്തമെല്ലാം ആകാശത്തിലെ ഇടിവാളാകും. ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം.